വധശിക്ഷ വിധിക്കുന്ന പേനകൾ ജഡ്ജിമാർ കുത്തിയൊടുക്കുന്നതാണ് കോടതി മുറികളിലെ കീഴ്വഴക്കം. എന്നാൽ ഗ്രീഷ്മക്ക് തൂക്കുകയർ വിധിച്ച ജഡ്ജ് ആ പതിവും തെറ്റിച്ചു. ആ പേനകൾ ഇനിയും വിധി എഴുതും. വധശിക്ഷ വിധിക്കുന്ന പേനകളുടെ മുനയൊടിക്കണമെന്നോ നിയമലോകത്ത് എവിടെയും പറയുന്നില്ല. പക്ഷേ ഒരു കീഴ്വഴക്കമായി പലരും അത് പാലിക്കാറുണ്ടെന്നു മാത്രം. ബ്രിട്ടീഷുകാരുടെ കാലത്തു തുടങ്ങിയ ചടങ്ങെന്നാണ് പൊതുവെ കരുതുന്നത്. ഒരാളുടെ ജീവനെടുക്കാൻ വിധിച്ചതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കരുതെന്ന ആഗ്രഹമാണ് പേനയുടെ മുന കുത്തിയൊടിക്കുന്നതിന് പിന്നിലെന്നാണ് പലരും കരുതാറ്. എന്നാൽ ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം ബഷീർ ആ പേനയെ കൊന്നില്ല. ഗ്രീഷ്മക്ക് വധശിക്ഷയെന്ന വിധി എഴുതിയ ശേഷം ആ പേന അതേപടി പോക്കറ്റിലിട്ടു. ഇടവേള പോലും എടുക്കാതെ അടുത്ത കേസിലേക്കും കടന്നു. ഇരട്ട കൊലപാതകത്തിൻ്റെ വിചാരണയായിരുന്നു അടുത്തതായി അന്ന് നടന്നത്. എം ബഷീർ ഇതിനു മുമ്പ് വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. അന്നും വിധി എഴുതിയ പേന ഒടിച്ചിരുന്നില്ല. അതിനാൽ ഇനിയും ആ പേനകൾ വിധിയെഴുതാൻ തയ്യാറാണെന്ന് അർത്ഥം. 2 കൊലപാതക കേസുകളാണ് ഇപ്പോൾ എം ബഷീറിൻ്റെ കോടതിയിൽ വിചാരണ പുരോഗമിക്കുന്നത്. 2021 പാറശാലയിലെ പാറക്കുളത്തിൽ 2 പേരെ കൊന്നു തള്ളിയ കേസും മറ്റൊന്ന് കാരക്കോണത്ത് ഭാര്യയെ ഭർത്താവ് വൈദ്യുതാഘാതം ഏൽപ്പിച്ച് കൊലപ്പെടുത്തിയ കേസും. ഈ കേസുകളിലെ പ്രതികൾക്കും എന്ത് ശിക്ഷയാണ് ആ പേനകൾ കാത്തുവച്ചിരിക്കുന്നതെന്ന് കണ്ടറിയണം. എം ബഷീർ ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചതോടെ സോഷ്യൽ മീഡിയകളിലും മറ്റും ചർച്ചാ വിഷയമായിരിക്കുകയാണ് എം ബഷീർ. ഹൈക്കോടതി മുൻ റിട്ടയർഡ് ജഡ്ജി കൂടിയായ ജസ്റ്റിസ് കമാൽ പാഷയടക്കം എം ബഷീറിൻ്റെ വിധിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഗ്രീഷ്മക്ക് വധശിക്ഷ തൂക്കുകയർ ലഭിക്കാൻ മാത്രം അവൾ കുറ്റം ചെയ്തിട്ടില്ലെന്നും തൂക്കുകയറിന് അവൾ അർഹയല്ലെന്നും തുടങ്ങി തൻ്റെ അഭിപ്രായങ്ങൾ ജസ്റ്റിസ് കമാൽ പാഷ പ്രകടിപ്പിക്കുമ്പോൾ എം ബഷീർ ഗ്രീഷ്മക്ക് വിധിച്ച പെന്നിൻ്റെ മുനയടിക്കാതെ അതിനെ കൊല്ലാതെ അതിനെ പോക്കറ്റിലിടുമ്പോൾ ഇനിയും വധശിക്ഷകൾ നമുക്ക് എം ബഷീറിലൂടെ ചിലപ്പോൾ കാണേണ്ടി വന്നേക്കാം. അതെ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ അക്രമികൾ അരങ്ങുവാഴുമ്പോൾ ജസ്റ്റിസ് എം ബഷീറിൻ്റെ വിധികൾ അക്രമികളുടെ പേടി സ്വപ്നമായി മാറുകയാണ്. അതെ, എം ബഷീർ മുനയൊടിക്കാത്ത കൊല്ലാത്ത ആ പേന അക്രമകാരികളുടെ പേടി സ്വപ്നമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല.